ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്രാലി. ആദ്യമായിട്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യപൂർണ്ണമായ തിരുവോണാശംസകൾ നേരുന്നു. ഹൈദരാബാദിലെ മലയാളി രുചിട്ടങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ രണ്ടാമത്തെ പാട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന മലയാളി റെസ്റ്റോറൻറ്റ്, എനിക്ക് തോന്നുന്നു ഹൈദരാബാദിലെ അധികം മലയാളീസിനും അറിയില്ലെന്നാണ്. ഇതുപോലെയുള്ള റെയറായ റെസ്റ്റോറൻറ്റൊക്കെ പരിചയപ്പെടുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ അതിലോളം ഓപ്ഷൻ സെലക്ട് ചെയ്താലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്നുള്ളതാണ്. നമ്മുടെ ഉദ്ദേശം ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാം ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റത്തിഫൈൽ ബസ് സ്റ്റാൻഡിലാണ്. ഈ കാണുന്നതാണ് സെക്കന്ദരാബാദ് ഈസ്റ്റ് മെട്രോ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും ഏകദേശം 200 മീറ്ററോളം മാറിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ റത്തിഫൈൽ ബസ് സ്റ്റാൻഡിന് ഫ്രണ്ടിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നൊരു യു ടേൺ എടുക്കണം. യു ടേൺ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കാണുന്ന ലെഫ്റ്റോ അല്ലെങ്കിൽ രണ്ടാമത് കാണുന്ന ലെഫ്റ്റോ എടുത്താലും മതി. അത് നേരെ ചെല്ലുന്നത് നമ്മൾ ഈ പറയുന്ന കേരള റെസ്റ്റോറൻറ്റിലേക്ക്. ഫസ്റ്റ് ലെഫ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ റൈറ്റിലോട്ട് ഒരു ടേൺ എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ വീഡിയോ കാണുന്നത് പോലെ വേണം പോകാനായിട്ട്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് മലബാർ റെസ്റ്റോറൻറ്റിലേക്ക്. ഞങ്ങൾ ചെന്നത് രാവിലെ സമയമായതിനാൽ നമ്മൾ ഓർഡർ ചെയ്തത് പുട്ടും വെള്ളയപ്പവും പൊറോട്ടയുമായിരുന്നു. കൂടെ കഴിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് ബീഫ് കറിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചിക്കൻ റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത്. സംഭവം എല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു. പുട്ട് മാത്രമേ കഴിക്കൂ എന്ന് വാശി പിടിച്ച ബിജോയ് ചൂടുള്ള പുട്ടായിരുന്നെങ്കിലും പുട്ടിനോടുള്ള പെരുമാറ്റം ഒരു മയവുമില്ലാതെയായിരുന്നു. കുത്തിപ്പൊടിച്ച പുട്ടിലേക്ക് നല്ല ഗ്രേവിയുള്ള ചിക്കൻ റോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു പിടി പിടിച്ചതിന് ശേഷമാണ് അവനൊരു ആശ്വാസമായത്. അതിൻ്റെ ആ സംതൃപ്തി അവൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. കലാകാരനായതിനാലാണ് മനു വളരെ ആവേശമൊന്നും കാണിച്ചില്ല. കുറച്ച് മയമായിരുന്നു വെള്ളപ്പത്തിനോടുള്ള അവൻ്റെ പെരുമാറ്റം. അപ്പോഴേക്ക് നല്ല കുറുകിയ ഗ്രേവിയും എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വെള്ളയപ്പത്തിലേക്ക് കുറച്ച് നല്ല കുറുകിയ ഗ്രേവി ഒഴിച്ചു. പിന്നെ ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടു. എനിക്കായി ഇവർ മാറ്റി വെച്ചതാണോ എന്നറിയില്ല. ചിക്കൻ്റെ ലെഗ് പീസാണ് എനിക്ക് കിട്ടിയത്. ലെഗ് പീസ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയല്ലേ? ചിക്കൻ റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് ഓയിലായിരുന്നെങ്കിലും നല്ല കിടു ടേസ്റ്റ് ആയിരുന്നു സാധനം. അപ്പവും കൂട്ടി ഞാനൊരു പിടുത്തം പിടിച്ചു. ആഹാ, സൂപ്പർ. അതിനുശേഷം പൊറോട്ടയുടെ ഊഴമെത്തി. പൊറോട്ടയ്ക്കൊപ്പമാണെങ്കിൽ ചിക്കൻ റോസ്റ്റ് കിട്ടു കോമ്പിനേഷൻ ആയിരുന്നു. ചിക്കൻ റോസ്റ്റിൻ്റെ കിട്ടിലും ടേസ്റ്റ് കാരണം ബീഫ് കിട്ടാത്തതിൻ്റെ വിഷമം അങ്ങ് മാറി കിട്ടി. ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ആയിരുന്നെങ്കിലും അതിൻ്റെ ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞങ്ങൾ 3 പേരും ഒരു ചിക്കൻ റോസ്റ്റ് ഷെയർ ചെയ്താണ് കഴിച്ചത്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരുവിധം സെറ്റായി. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം ഒന്നും വേറെ ഓർഡർ ചെയ്തില്ല. ലെഗ് പീസ് കിട്ടുമ്പോൾ മാത്രമല്ല നമ്മൾ സന്തോഷിക്കുന്നത്, ഇതുപോലെ കടിച്ച് പറിച്ച് കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃത്തി കുറച്ച് വലുതാണ്. ലെഗ് പീസ് കിട്ടാത്തതിന്റെ വിഷമമായിരിക്കണം. ബിജോയ് അടക്കം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നെ ആയിരിക്കാൻ സാധ്യതയില്ല, മിക്കവാറും ലെഗ് പീസിനെ ആയിരിക്കും. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേറെ ഏകദേശം സെറ്റായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം ഒന്നും ഓർഡർ ചെയ്തില്ല. അപ്പോഴേക്കും നല്ല ചൂടുള്ള ചായ എത്തിയിരുന്നു. അങ്ങനെ ആ ചൂടുള്ള ചായയും കുടിച്ച് നമ്മുടെ രാവിലത്തെ പരിപാടി നമ്മളവിടെ അവസാനിപ്പിച്ചു.
ഇതൊരു വലിയ ഹോട്ടലല്ല, എന്നിരുന്നാലും ആവശ്യത്തിനുള്ള സീറ്റിംഗ് ഫെസിലിറ്റിയൊക്കെ ഇവിടെയുണ്ട്. ഹോട്ടൽ കൂടാതെ ലോഡ്ജിംഗ് ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. ഇതിന് മുകളിൽ തന്നെ നമുക്ക് റൂം എടുത്ത് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. നാട്ടിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള ബസ് ബുക്കിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. ഈസ്റ്റ് മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് സെക്കന്ദരാബാദിലെ മലബാർ ഹോട്ടൽ, മലബാർ ഹോട്ടൽ. നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കിഴി പൊറോട്ട, കൊത്തു പൊറോട്ട, കപ്പ, മീൻകറി, കപ്പ ബിരിയാണി, പുട്ട്, അപ്പം, പൊതിച്ചോറ്. പിന്നെ ഓണത്തിന് സ്പെഷ്യൽ ഓണസദ്യ ഉണ്ട്. 14-ാം തീയതി 15-ാം തീയതി ഓണസദ്യ ഉണ്ടായിരിക്കും. പിന്നെ മീൻകറി, കപ്പ ബിരിയാണി, കിഴി പൊറോട്ട, പ്രോൺസ് ബിരിയാണി, ഫിഷ് ബിരിയാണി, ഇതൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്. പിന്നെ നല്ല കൊത്തു പൊറോട്ട, നൂൽ പൊറോട്ട, കോയിൻ പൊറോട്ട ഇതൊക്കെ ഉണ്ടായിരിക്കും. പഴംപൊരി, ഇതെല്ലാം ഇതും ഉണ്ടാവും. തനി കേരള തനിമയോടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു വട്ടം പോയി ഭക്ഷണം കഴിച്ചു നോക്കുക, വലിയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.